ഓക്കെ, നമ്മൾ പോകുന്നത് മൊഡ്യൂൾ 2 ടൈപ്പ് സ്റ്റഡിയാണ് കൊളുംബ ലിബിയ എന്ന് പറയുന്നത്. അപ്പം റോക്ക് പീജിയൻ, മാടപ്രാവ് എന്നൊക്കെ പറയുന്ന പ്രാവ്. അപ്പം ഇതിൻ്റെയാണ് നമുക്ക് എയ്വ്സിൻ്റെ കേസിൽ ടൈപ്പ് സ്റ്റഡി പഠിക്കാനുള്ളത്, ക്ലാസ് എയ്വ്സിൻ്റെ കേസിൽ. ഇതിൽ മെയിനായിട്ട് ടൈപ്പിക്കൽ സ്റ്റഡിയിൽ വരുന്നത് ഒന്ന് എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സാണ്. ഈ എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് അത് നിങ്ങൾ സെൽഫായിട്ട് പഠിച്ചെടുക്കുക എന്നുള്ള, സാധാരണയായിട്ട് അത് എക്സാമിന് ചോദിക്കാറില്ല, നമ്മൾ അറിയാവുന്നേ ഉള്ളൂ. കണ്ണുണ്ട്, മൂക്കുണ്ട്, വായുണ്ട് എന്നൊക്കെ പറയുന്ന, കാലുണ്ട്, കാലിന് ഇത്ര വിരലുണ്ട് എന്നൊക്കെ പറയുന്ന ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ ഫെദർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ടൈപ്പ് സ്റ്റഡി ആയിട്ട് പോകുമെങ്കിലും അതൊരു സെൽഫ് സ്റ്റഡി ആയിട്ട് മാറ്റാം. കാരണം അതിൽ നിങ്ങൾ ക്ലാസ് എയ്വ്സിൻ്റെ ക്യാരക്ടേഴ്സ് പഠിച്ചപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ബിഗിൻ ചെയ്യുക ഇൻ്റഗ്മെൻ്ററി സിസ്റ്റത്തിലായിരിക്കും. ഇൻ്റഗ്മെൻ്ററി സിസ്റ്റത്തിൽ നമ്മൾ ഇൻ്റഗ്മെൻ്റ് പറഞ്ഞതിന് ശേഷം അതിൽ മെയിൻ ഫീച്ചർ ആയിട്ടുള്ള ഫെദേഴ്സാണ് ഡിസ്കസ് ചെയ്യുക. അപ്പം ഫെദേഴ്സിൻ്റെ സ്ട്രക്ചറും ടൈപ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിൻ്റെ ഡെവലപ്മെൻറ്റ് നമുക്ക് ആവശ്യമില്ല ആസ് പെർ ദ സിലബസ്. അതുകൊണ്ട് അതിൻ്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമ്മൾ വരുന്നത് സ്കെലിറ്റൽ സിസ്റ്റമാണ്. അത് ഇതിന് ശേഷമുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ സ്കള്ള് പഠിക്കാനില്ല നിങ്ങൾക്ക്, അതൊരു അഡ്വാൻറ്റേജ് ആണ്. Then it comes the digestive system. Digestive system the part of the alimentary canal and then the digestive glands associated with the alimentary canal. ഇതാണ് നിങ്ങൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ പഠിക്കുക. വിത്ത് സ്ട്രക്ചർ ഡ്രോയിങ് പഠിക്കണം. അതുപോലെ തന്നെയാണ് റെസ്പിറേറ്ററി സിസ്റ്റം. ദെൻ സർക്കുലേറ്ററി സിസ്റ്റം ഈസ് ദ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ നമുക്കറിയാം ആർട്ടീരിയൽ ആൻഡ് വീനസ് സിസ്റ്റം അലോങ് വിത്ത് ഹാർട്ട്, ബ്ലഡ്. ഇതാണ് നമുക്ക് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ പഠിക്കാനുള്ളത്. ആൻഡ് ദെൻ കംസ് ദി എക്സ്ക്രീറ്ററി സിസ്റ്റം, ദെൻ സെൻസ് ഓർഗാൻസ് ആൻഡ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇതിൽ എക്സ്ക്രീറ്ററി സിസ്റ്റവും റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഏകദേശം ഒന്നിച്ചാണ് നമ്മൾ പഠിക്കുക. ആൻഡ് ദെൻ വി വിൽ ബി ലേണിംഗ് ദി സെൻസ് ഓർഗാൻ. ഇത്രയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കേസിൽ ടൈപ്പ് സ്റ്റഡിയിൽ പഠിക്കാനുണ്ടാവുക. സോ ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഇൻ്റഗ്മെൻ്ററി സിസ്റ്റത്തിലേക്കായിരിക്കും. നമ്മൾ പറഞ്ഞതുപോലെ കൊളുംബ ലിബിയ ടൈപ്പ് സ്റ്റഡിയിൽ ഇൻ്റഗ്മെൻ്ററി സിസ്റ്റമാണ് നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ നമുക്കറിയാം ഇതിൻ്റെ സിസ്റ്റമാറ്റിക് പൊസിഷൻ, കൊളുംബ ലിബിയയുടെ സിസ്റ്റമാറ്റിക് പൊസിഷൻ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ദിസ് കംസ് അണ്ടർ ദി ഫൈലം കോഡേറ്റ. അറിയുന്നത് പോലെ തന്നെ സബ് ഫൈലം വെർട്ടിബ്രേറ്റ, സൂപ്പർ ക്ലാസ് ടെട്രാപോഡ. നമുക്കറിയാം ടെട്രോപോഡ എന്ന് പറയുമ്പോൾ ഫിഷസ് ഒഴിച്ചിട്ട് ബാക്കിയുള്ള ക്ലാസ്സുകളാണ്. 4 ക്ലാസ്സുകളിൽ ഫിഷസ് ഒഴിച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാരാണ് ടെട്രാപോഡയിൽ വരുന്നത്. ഓക്കെ, നൗ ക്ലാസ് എയ്സ് ആണ് വരുന്നത്. അതിൽ തന്നെ പുതിയ ആൾക്കാരാണല്ലോ നിയോർനൈറ്റ്സ്, അല്ലേ? പാലിയോഗ്നാത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം സബ് ക്ലാസ് നിയോർനൈറ്റ്സ് ആണ്, പുതിയ തരം ബേർഡ്സ്, അത് പറക്കുന്ന ആൾക്കാരാണ്. നൗ സൂപ്പർ ഓർഡർ നിയോഗ്നാത്തെ. ദെൻ ഓർഡർ ഈസ് കൊളുംബിഫോമിസ്. ഓക്കെ, ഓർഡർ എന്ന് പറയുന്നത് കൊളുംബിഫോമിസ് ആണ്. ആൻഡ് ദ ടൈപ്പ് ഈസ് കൊളുംബ ലിബിയ. ദ ജീനസ് നെയിം ഈസ് ദി കൊളുംബ ആൻഡ് ദ ലിബിയ ഈസ് ദി സ്പീഷീസ് നെയിം. ഇതിന് കോമൺ ആയിട്ട് നമ്മൾ റോക്ക് പീജിയൻ എന്ന്, ബ്ലൂ റോക്ക് പീജിയൻ എന്ന് വിളിക്കും. മലയാളത്തിൽ മാടപ്രാവ് എന്ന് വിളിക്കും. ഓക്കെ, കാരണം മാടത്തിലാണ് ഇത് കാണുക. കാരണം വീടിൻ്റെയൊക്കെ അല്ലെങ്കിൽ പഴയ ബിൽഡിങ്ങിൻ്റെയൊക്കെ തട്ടും പുറത്താണ് സാധാരണയായിട്ട് കൂട് കെട്ടാറ്. അതുകൊണ്ടാണ് അതിന് അങ്ങനെ മലയാളത്തിൽ പേര് വരുന്നത്. സോ ഇതാണ് കൊളുംബ ലിബിയയുടെ സിസ്റ്റമാറ്റിക് പൊസിഷൻ എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ സെൽഫായിട്ട് വായിച്ച് നോക്കി പഠിച്ചാൽ മതി. നമ്മൾ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്, ഈ സെഷനിലെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഇൻ്റഗ്മെൻ്ററി സിസ്റ്റം ആയിരിക്കും. ഇൻ്റഗ്മെൻ്ററി സിസ്റ്റം എന്ന് പറയുന്നത് സ്കിൻ ദെൻ അസോസിയേറ്റഡ് സ്ട്രക്ചേഴ്സ്. അതാണ് ഇൻ്റഗ്മെൻ്ററി സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം പീജിയൻ്റെ സ്കിൻ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇൻ്റഗ്മെൻ്ററി പീജിയൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി എന്താണ്, ഒരു ഹോട്ട് ബ്ലഡഡ് ആയിട്ടുള്ള ഓർഗാനിസമാണ്, അല്ലേ? ഹോട്ട് ബ്ലഡഡ് ആയിട്ടുള്ള ഓർഗാനിസമാണ് ബേർഡ്സും മാമൽസും എന്ന് പറയുന്നത്, അത് നിങ്ങൾക്കറിയാം. അപ്പം സ്കിൻ എടുക്കുകയാണെങ്കിൽ പീജിയൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ഡ്രൈ ആണ്, ലൂസ്, ഹാർഡ് ആൻഡ് തിൻ. ഇത് ലൂസ്, ഹാർഡ് ഇങ്ങനെയും വരുന്നുണ്ട്. ഓക്കെ, തിന്നാണ്, ഡ്രൈ ആണ്. അപ്പം ഡ്രൈയും തിന്നും ഒക്കെ ഓക്കെ, പക്ഷെ ലൂസ് ആൻഡ് ഹാർഡ് എന്നത് ഉദ്ദേശിക്കുന്നത് the outer part will be hard and the underlying part will be comparatively loose. കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലൂസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും. ആൻഡ് ദ അപ്പർ പോർഷൻ വിൽ ബി ദി ഹാർഡ് പാർട്ട്. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഹാർഡ് ആൻഡ് ലൂസ് എന്നുള്ള അർത്ഥത്തിൽ. നൗ കൺസിസ്റ്റ് ഓഫ് ടിപ്പിക്കലി 2 പാർട്സ്, അല്ലേ? ഏതൊരു ഇൻ്റഗ്മെൻ്റ് സിസ്റ്റം എടുക്കുകയാണെങ്കിലും, നിങ്ങൾ റാബിറ്റിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിലും ഡെഫിനറ്റ്ലി യു വിൽ ഹാവ് എ എപ്പിഡെർമിസ് ആൻഡ് ഡെർമിസ്. ദ ഔട്ടർ മോസ്റ്റ് പോർഷൻ, അല്ലേ? ഏറ്റവും മുകളിൽ കാണുന്നത് എന്താണ്?
എപ്പിഡെർമിസ് ആണ്. അതിന് താഴെയായിട്ട് നമുക്ക് ഡെർമിസ് കാണാം. അപ്പോൾ എപ്പി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അല്ലേ, അത് അപ്പർ പോർഷൻ ആണ് എന്നുള്ളത്. ഔട്ടർ മോസ്റ്റ് റീജിയനാണ് നമ്മൾ എപ്പി എന്ന് പറയുക. സോ എപ്പിഡെർമിസ് ആൻഡ് ഡെർമിസ് ആണ് ഇന്റഗ്മെന്റിന്റെ രണ്ട് പാർട്ട് എന്ന് പറയുന്നത്. എപ്പിഡെർമിസ് that will be outer portion and then inner portion will be known as the dermis. Okay, so epidermis and dermis. So epidermis നിങ്ങൾ നോക്കുക, ഈ ഫിഗറിൽ നിങ്ങളൊക്കെ നോക്കിയേ, വളരെ ചെറിയൊരു പോർഷൻ ആണ് എപ്പിഡെർമിസിന്റെ പാർട്ടായിട്ട് വരുന്നത്. ആൻഡ് ദ റിമൈനിങ് എൻറ്റയർ പോർഷൻ which is having the blood vessel, which is having the nervous tissue, which is having the areolar tissue, etc. will be coming under the dermis portion. Okay, അപ്പോൾ ഇതാണ് രണ്ട് ലെയർ എന്ന് പറയുന്നത്. ഈ രണ്ട് ലെയറിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചറിലേക്ക് നമുക്ക് നോക്കാം. ഒന്ന് എപ്പിഡെർമിസ് എന്ന് പറഞ്ഞു. സോ ഇറ്റ് ഈസ് ആക്ച്വലി ദി എക്ടോഡെർമൽ ഒറിജിൻ. ഓക്കെ, നമുക്കറിയാം പ്രധാനമായിട്ടും അല്ലേ നമ്മൾ ഓരോ ടിഷ്യൂം ഡെവലപ്പ് ചെയ്യുന്നത് 3 ജേം ലൈനിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അല്ലേ. ഏതൊക്കെയായിരുന്നു 3 ജേം ലൈൻസ് എന്ന് പറയുന്നത്? എക്ടോഡേം, എൻഡോഡേം, ഇതിന് നടുക്കായിട്ട് മീസോഡേം അല്ലെ. ട്രിപ്ലോബ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആയ സ്ഥിതിക്ക് മീസോഡേമും കൂടെ നടുക്ക് വരും. സോ എക്ടോഡേമൽ ഒറിജിൻ ആണ് ഈ പറയുന്ന ഇന്റഗ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, എക്ടോഡേമൽ ഒറിജിൻ ആണ്. ആൻഡ് ഇറ്റ്സ് ഹാവിങ് സെവറൽ ലെയേഴ്സ്. ഈവൻ ദോ ദ തിക്നെസ് ഈസ് കമ്പാരിറ്റീവ്ലി വെരി ലെസ്, ഇറ്റ് ഈസ് ഹാവിങ് ഡിഫറെന്റ് ലെയേഴ്സ്. ഓക്കെ, അപ്പം അതിൽ ഏതൊക്കെയാ ലെയേഴ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഔട്ടർ മോസ്റ്റ് ലെയർ നമ്മൾ പറയുന്ന പേരാണ് എപ്പി ട്രൈക്കിയം എന്നുള്ളത്, അല്ലെങ്കിൽ ട്രിഷ്യം എന്നും വിളിക്കാം. പക്ഷേ ട്രിഷ്യം എന്ന് വിളിക്കുമ്പോൾ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പായിട്ട് മാറുന്നുണ്ട്. നിങ്ങൾ എപ്പി ട്രൈക്കിയം എന്ന് വിളിക്കാം. Now the middle layer will be stratum corneum and the innermost layer will be known as the stratum germinativum or stratum malpighi. Okay, അപ്പം ജെർമിനറ്റൈവം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, ജെർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അല്ലെ, മുളച്ചുകൊണ്ടേയിരിക്കുന്നതാണ് അല്ലെ. അപ്പം ആക്റ്റീവ്ലി ഡിവൈഡിങ് ആയിട്ടുള്ള സെല്ല് ഉള്ള, അതായത് പുതിയ പുതിയ സെല്ലുകൾ ഒറിജിനേറ്റ് ചെയ്യുന്ന, മുകളിലേക്ക് പുതിയ പുതിയ സെല്ലുകൾ ആഡ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ആ ഒരു റീജിയൻ ഓഫ് ഡിവൈഡിങ് സെൽസിനെയാണ് നമ്മൾ ഏറ്റവും ഇന്നർമോസ്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റം ജെർമിനറ്റൈവം എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ അതിന് നമ്മൾ വേറെ പേര് വിളിക്കും, സ്ട്രാറ്റം മാൽപിജി എന്നും കൂടെ വിളിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 ലെയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എപ്പിഡെർമിസിനെ ഫർദർ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ദ ഔട്ടർ മോസ്റ്റ് പോർഷൻ എന്ന് പറയുന്നതാണ് എന്ത്, എപ്പിട്രൈക്കിയം എന്ന് പറയുന്നത്. സോ ദിസ് പോർഷൻ. ഓക്കെ, നൗ ഈ പോർഷൻ കഴിഞ്ഞ് നടുക്കുള്ള ഒരു പോർഷൻ ഉണ്ട് അല്ലേ. ഈ ഔട്ടർ മോസ്റ്റ് ഈ ലെയർ കഴിഞ്ഞിട്ട് നടുക്ക് കുറേ ഒരു ഗ്യാപ്പുള്ള ഒരു കുറച്ച് തിക്കായിട്ടുള്ള പക്ഷെ അതേസമയം ലൂസായിട്ടുള്ള ഒരു സ്ട്രക്ചർ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്ട്രാറ്റം കോർണിയം എന്ന് വിളിക്കുക. ക്ലിയർ അല്ലേ? ഇത് ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ, അതായത് എപ്പിഡെർമിസിന്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ സെൽസ് ആണ് എന്ത്, epithelial cells that is undergoing division in a fast rate. ഈ ലെയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്ട്രാറ്റം മാൽപിജി എന്നോ അല്ലെങ്കിൽ സ്ട്രാറ്റം ജെർമിനറ്റൈവം എന്നോ വിളിക്കുന്നത്. ഇങ്ങനെ 3 ലെയറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന എപ്പിഡെർമിസിനെ 3 ലെയറായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പം ഇനി എപ്പിട്രൈക്കിയത്തിൻ്റെ കോമ്പോണൻസ് എന്താ നോക്കാം നമുക്ക്. ദേ ആർ കമ്പോസ്ഡ് ഓഫ് സിംഗിൾ റോ ഓഫ് ഫ്ലാറ്റൻഡ് ഡെലിക്കേറ്റ് സെൽസ്. നിങ്ങളെ സ്കിൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ പൊളിഞ്ഞു പോകുന്ന എപ്പിഡെർമൽ ലെയർ ഉണ്ടല്ലോ, ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു ടോപ്പിലുള്ള ലെയർ ബേർഡ്സിനുണ്ട്. ആ ബേർഡ്സിൻ്റെ ആ ലെയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, എപ്പിട്രൈക്കിയം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏറ്റവും സിംഗിൾ ലെയർ ആണ്. ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി ഫോംഡ് ഓഫ് ദി ഫ്ലാറ്റൻഡ് എപ്പിഡെർമിസ്. ഓക്കെ, എപ്പിത്തീലിയൽ ലൈൻ, സിംഗിൾ റോ ഓഫ് ഫ്ലാറ്റൻഡ് ഡെലിക്കേറ്റ് സെൽസ് ആണ് എപ്പിട്രൈക്കിയത്തിൽ ഉണ്ടാവുക. ആ മിഡിൽ ലെയർ എന്ന് പറയുന്നത് സ്ട്രാറ്റം കോർണിയം ആണ്. സ്ട്രാറ്റം കോർണിയം എന്ന് പറയുന്നത് താഴത്തെ ജെർമിനറ്റൈവത്തിൽ നിന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകുന്ന ലെയർ ആഡ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതായത് ഒരു സെല്ല്, ഈ സെല്ലുണ്ടല്ലോ, ഈ സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആകുമ്പോൾ പുതിയ സെല്ല് താഴെയും പഴയ സെല്ല് മുകളിലേക്കും ആഡ് ചെയ്യും. ഇങ്ങനെ ആഡ് ചെയ്യപ്പെട്ട് ഉണ്ടാവുന്ന ലെയറാണ് എന്ത്, സ്ട്രാറ്റം കോർണിയം എന്ന് പറയുന്നത്. ഇവിടുന്ന് മുകളിലേക്ക് ആഡ് ചെയ്യപ്പെട്ടുണ്ടാവുന്ന ലെയറാണ് സ്ട്രാറ്റം കോർണിയം എന്ന് പറയുന്നത്. ഈ സ്ട്രാറ്റം കോർണിയത്തിൽ തന്നെ ഏറ്റവും അപ്പർ ലെയർ ഹാർഡായിട്ട് വരുമ്പോഴാണ് അതിനെ എപ്പിട്രൈക്കിയം എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഹോണി ആൻഡ് പ്രൊട്ടക്റ്റീവ് ആൻഡ് മെയ്ഡ് ഓഫ് ഫ്ലാറ്റ് കോർണിഫൈഡ് സെൽസ്.
Okay, ഇതാണ് stratum corneum എന്ന് പറയുന്നത്, and the inner layer will be the stratum germinativum. As already told, it is actually made of actively dividing cells. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദ ഫെദർ അല്ലേ. ഈ ഫെദർ ആക്ച്വലി എവിടെയാണ് പ്രസന്റ് ആയിരിക്കുന്നത്? എപ്പിഡെർമിസിലെ ഔട്ടർ പോർഷനിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഔട്ടർ എപ്പിഡെർമിസിൽ ആണ് പ്രസന്റ്, ഡെർമിസിലല്ല, എപ്പിഡെർമിസിൽ തന്നെയാണ് പ്രസന്റ്. സ്റ്റിൽ അതിൻ്റെ ഡെർമൽ പാപ്പില എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ഒറിജിനേറ്റഡ് ഫ്രം ദി ഡെർമിസ്. ഓക്കെ, ഈ ഒരു പോർഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ദാറ്റ് വിൽ ബി എക്സ്റ്റെൻഡിങ് ഇൻ ടു ദി ഫെദർ. ഓക്കെ, ഫെദറിൻ്റെ ബേസിലേക്ക് പാപ്പിലേൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ഡെർമൽ പാപ്പില. അതായത് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ്, ഒരു കണക്ഷൻ ഇവിടെ ഉണ്ട്. ആൻഡ് സ്റ്റിൽ ഫെദർ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി പ്രസൻറ്റ് ഇൻ ദി എപ്പിഡെർമിസ്. നൗ കമ്മിങ് ടു ദി നെക്സ്റ്റ് റീജിയൻ ദാറ്റ് ഈസ് നോൺ ആസ് ദി ഡെർമിസ്. ഓക്കെ, അപ്പം ഡെർമിസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി മീസോഡെർമൽ ഇൻ ഒറിജിൻ. നേരത്തെ നമ്മൾ പറഞ്ഞു എപ്പിഡെർമിസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി എക്ടോഡെർമൽ ഇൻ ഒറിജിൻ എന്ന് പറഞ്ഞു. ഓക്കെ, ആൻഡ് ദ ഡെർമിസ് ഈസ് ആക്ച്വലി ഇൻ മീസോഡെർമൽ ഒറിജിൻ. അതിൽ മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് എന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു ബ്ലഡും നെർവ്സും ഒക്കെ പ്രസന്റ് ആയിരിക്കുന്നത് ഡെർമൽ പാർട്ടിലാണ്. അപ്പോൾ ഡെർമിസിലാണ് ഇതൊക്കെ കാണുക. സോ ഇറ്റ്സ് ആക്ച്വലി കമ്പോസ്ഡ് ഓഫ് മസിൽ ഫൈബേഴ്സ്, നെർവ് ഫൈബേഴ്സ്, ബ്ലഡ് കാപ്പിലറീസ് ആൻഡ് കണക്റ്റീവ് ടിഷ്യൂ. നമുക്കറിയാം എപ്പിത്തീലിയൽ ലൈനിങ് എന്ന് പറയുന്നത്, ഡെഫിനറ്റ്ലി എപ്പിഡെർമിസിൽ എപ്പിത്തീലിയൽ ലൈനിങ് ഉണ്ട്. എപ്പിത്തീലിയൽ ലൈനിങ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ബ്ലഡ് കണക്ഷൻ ഇല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ്. ഓക്കെ, അപ്പം ഇതിന് ബ്ലഡിലൂടെ കിട്ടേണ്ടുന്ന എല്ലാ സംഗതികളും കൈമാറ്റം ചെയ്യപ്പെടുന്നത് അണ്ടർലൈങ് ആയിട്ടുള്ള ഡെർമൽ ടിഷ്യൂ വഴിയാണ്, ഡെർമൽ പാർട്ട് വഴിയാണ്, ഡെർമിസ് വഴിയാണ് എന്നുള്ള കാര്യം ഒന്ന് അഡീഷണൽ ആയിട്ടൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഡയറക്റ്റ് ബ്ലഡ് കോണ്ടാക്ട് ഇല്ലാത്ത ഒരു ടിഷ്യൂ ആണ് ഈ പറയുന്ന എപ്പിഡെർമിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എപ്പിത്തീലിയൽ ലൈനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഹാവിങ് ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ദ ബ്ലഡ് വെസൽ. ഇത് ഓർമ്മിക്കുക. അപ്പം ഡെർമിസിലാണ് ഈ ബ്ലഡ് വെസൽസ് ഒക്കെ കാണുന്നത്. അവിടെ നിന്നാണ് എപ്പിഡെർമിസിലുള്ള എപ്പിത്തീലിയൽ ലൈനിങ്ങിലേക്ക് ന്യൂട്രിയൻസും അതുപോലെ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത് അതിലൂടെയാണ്. ഓക്കെ, അപ്പം ഡെർമിസിൽ എന്തൊക്കെ ഉണ്ട്? മസിൽ ഫൈബേഴ്സ് ഉണ്ട്, നെർവ് ഫൈബേഴ്സ് ഉണ്ട്, ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട്, ആൻഡ് കണക്റ്റീവ് ടിഷ്യൂസ് ഉണ്ട്. ഓക്കെ, now pigment occurs in the scales and the feathers only. അതായത് സ്കിന്നിലുള്ള പിഗ്മെന്റ് അല്ല, മറിച്ച് സ്കെയിൽസ് ഉണ്ട്. ഇപ്പം കാല് നോക്കുകയാണെങ്കിൽ, കാല് ഏറ്റവും ഔട്ടറായിട്ട് നമ്മൾ ഫെദർ ഇല്ലാതെ കാണുന്ന കാലുണ്ടല്ലോ. ഓക്കെ, അവിടെ ഈ വിരലൊക്കെ കാണുന്ന കാല്, അവിടെ നമുക്ക് സ്കെയിൽസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി കോഴീനെയൊക്കെ കാണുമ്പോഴൊന്ന് നോക്കുക, അല്ലെങ്കിൽ പ്രാവിനെ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ബേർഡിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവിടെ സ്കെയിൽസ് ഉണ്ട്. അതിന് പിഗ്മെന്റേഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ കാരണം പ്രാവിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഡാർക്ക് ബ്ലൂ ആയിട്ടുള്ള പിഗ്മെന്റേഷൻ വരും. കോഴിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അല്ലേ യെല്ലോ, ഓറഞ്ച് ടൈപ്പ് പിഗ്മെന്റേഷൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം സ്കെയിൽസിൽ പിഗ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫെദേഴ്സിലും പിഗ്മെന്റ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഫെദേഴ്സിൽ നമുക്കറിയാം ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ട് നമ്മൾ ബേർഡ്സിനെ ഒബ്സർവ് ചെയ്യാൻ കാരണം എന്താണ്? ഫെദേഴ്സിലുള്ള പിഗ്മെന്റേഷൻ കൊണ്ടാണ്. അപ്പം പിഗ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി പ്രസന്റ് ഇൻ ഫെദേഴ്സ് ആൻഡ് സ്കെയിൽസ് ഓൺലി. നൗ ക്യൂട്ടേനിയസ് ഗ്ലാൻസ് എന്ന് പറയുന്നത് ദേ ആർ ഫ്യൂ ഓർ ആബ്സെന്റ്. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഗ്ലാൻഡ് ഉണ്ട്, എന്താണ്? പ്രീൻ ഗ്ലാൻഡ് അല്ലെങ്കിൽ യൂറോപൈജിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇവിടെ നോക്കുക നിങ്ങൾ, അതായത് ക്യൂട്ടേനിയസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലെസ് അല്ലെങ്കിൽ ആബ്സെന്റ്, ഫ്യൂ എന്നൊക്കെ പറയാം. അതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യൂട്ടേനിയസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ദി പ്രീൻ ഗ്ലാൻഡ് ഓർ യൂറോപൈജിയൽ ഗ്ലാൻഡ്. യൂറോപൈജിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതാണ്, ഇത് ഫെദർ, ടെയിൽ ഫെദർ അറ്റാച്ച് ചെയ്യുന്ന പോയിന്റ് ആണ്. ഇതിന് തൊട്ട് മുകളിലായിട്ട് യു ക്യാൻ സീ ദി പ്രീൻ ഗ്ലാൻഡ്. ഇതിലൂടെ ഒരു ഓയിലി സെക്രീഷൻ വരും. അതാണ് ഫെദറിൻ്റെ ഹൈഡ്രോഫോബിക് നേച്ചറിന് പ്രധാനപ്പെട്ട കാരണം. പ്രീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊക്ക് കൊണ്ട് ഫെദർ ഒരുക്കുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. എല്ലാ ബേർഡ്സും ഫെദറിൽ ഇങ്ങനെ കടിച്ച് വലിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതെന്ന് പറയുന്നത് ആക്ച്വലി ഈ പ്രീൻ ഗ്ലാൻഡിൻ്റെ അല്ലെങ്കിൽ യൂറോപൈജിയൽ ഗ്ലാൻഡിൻ്റെ സെക്രീഷൻസ് ഫെദറിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ആണ് അത് ഹൈഡ്രോഫോബിക് നേച്ചർ ഫെദറിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ്. Okay, so Europygeal gland is located dorsally at the base of the tail. Okay, and secretion is used to smear the beak and the feathers to make them waterproof. അതാണ് ഹൈഡ്രോഫോബിക് എന്ന് ഞാൻ പറയാൻ കാരണം വാട്ടർപ്രൂഫ് ആൻഡ് ഷൈനിങ് ആണ്. ഓക്കെ, സോ വാട്ടർപ്രൂഫ് എന്ന് പറയുന്നത് ഹൈഡ്രോഫോബിക്. ആ ഹൈഡ്രോഫോബിക് നേച്ചർ കൊടുക്കുന്നത് ഏതിൻ്റെ സെക്രീഷൻ കൊണ്ടാണ്? പ്രീൻ ഗ്ലാൻഡിൻ്റെ അല്ലെങ്കിൽ യൂറോപൈജിയൽ ഗ്ലാൻഡിൻ്റെ സെക്രീഷൻ കൊണ്ടാണ് അതിന്
ഒരു ഹൈഡ്രോഫോബിക് നേച്ചർ കൊടുക്കുന്നത് അല്ലെങ്കിൽ വാട്ടർ പ്രൂഫിങ് കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? ഇൻ്റഗ്രമെൻ്ററി സിസ്റ്റത്തിന് ഞാൻ പറഞ്ഞു. ഇൻ്റഗ്രമെൻ്ററി സിസ്റ്റം പഠിക്കുമ്പോൾ നമ്മൾ അസോസിയേറ്റഡ് സ്ട്രക്ചേഴ്സും പഠിക്കും. അതിലൊരു വൺ ഓഫ് ദി മെയിൻ കമ്പോണൻ്റ് ആണ് സ്കെയിൽസും ഫെദേഴ്സും എന്ന് പറയുന്നത്. അപ്പോൾ എക്സോസ്കെലിറ്റനായിട്ട് മെയിനായിട്ട് വരുന്ന ഏതൊക്കെയാണ്? സ്കെയിൽസും അതുപോലെ തന്നെ ഫെദേഴ്സുമാണ്. പിന്നെ എന്തുണ്ട്? ക്ലോസ് വരുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഇവിടെ നഖങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ? ഇനിയോ വേറെ സ്ട്രക്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ബീക്ക്. ഓക്കെ, കൊക്ക് എന്ന് പറയുന്നത് അതും ഒരു എക്സോസ്കെലിറ്റൻ പാർട്ടായിട്ട് വരും. സോ എക്സോസ്കെലിറ്റൻ ഓഫ് ബേർഡ്സ് ഈസ് പ്യൂർലി എപ്പിഡെർമൽ ആൻഡ് റെപ്രസെൻറ്റഡ് ബൈ ഹോണി ക്ലോസ്, beaks, spurs, webs, scales and feather. സ്പർ എന്ന് പറയുന്നത് നിങ്ങൾ അഞ്ചാമത്തെ വിരലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ബാക്കിലേക്ക് പൂവൻകോഴിക്കൊക്കെ നല്ല പ്രോമിനൻ്റ് ആയിട്ട് ഉണ്ടാവും, അത് കാണുന്നതാണ്. അതിന് സ്പർ എന്ന് പറയാം. വെബ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഈ ഇടക്ക് കാണുന്നൊരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇതിനെയാണ് വെബ് എന്ന് പറയുക. അപ്പം വെബ്, സ്പർ ആൻഡ് ദെൻ ക്ലോസ്, ബീക്ക്, സ്കെയിൽസ്. സ്കെയിൽസ് എന്ന് പറയുന്നത് ഈ ഇല്ലേ പൊളിഗണലായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഈ സ്ട്രക്ചറാണ് സ്കെയിൽസ് എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ എക്സോസ്കെലിറ്റൻ്റെ പാർട്ടാണ്. സ്കെയിൽസ് വെറും ഈ പറയുന്ന ഫോർ ലെഗിൽ മാത്രമേ കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ബാക്കി ബോഡിയിൽ എവിടെയും സ്കെയിൽസ് നിങ്ങൾക്ക് പ്രശ്നമില്ല. അതായത് ഫെദർ ആബ്സെൻ്റ് ആയിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലെ എന്തുള്ളൂ? സ്കെയിൽസ് ഉള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ, സോ സ്പേഴ്സ് ആർ നോട്ട് ഫൗണ്ട് ഇൻ പീജിയൻസ്. നമുക്ക് ഞാൻ പറഞ്ഞു പൂവൻകോഴിയിൽ നമുക്ക് പ്രോമിനൻ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത്. അപ്പം മാടപ്രാവിൻ്റെ കേസിൽ സ്പർ എന്ന് പറയുന്നത് ഇസ് ആബ്സെൻ്റ്. Now a spur is a bony projection of tarso-metatarsus in the male of gallinaceous birds. അതായത് ഫോൾസ് ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് കോഴികളുണ്ടല്ലോ. കോഴി എന്ന് പറയുമ്പോൾ നമുക്ക് ചിരി വരും. ആ കോഴിയല്ല നമ്മുടെ ഒറിജിനൽ കോഴി. സോ ഗള്ളിനേഷ്യസ് ബേർഡ്സ് എന്ന് പറയുന്നത് കോഴികൾ വരുന്ന ഗ്രൂപ്പിനെയാണ്. അവരിലുള്ള ടാർസോ മെറ്റാടാർസസിൻ്റെ ഒരു പ്രൊജക്ഷനാണ് ടാർസെ മെറ്റാടാർസസ്. നിങ്ങൾക്കറിയാം എന്താണ്? ഹാൻഡിൻ്റെ അല്ലേ ബോൺസിന് പറയുന്ന പേരാണ് അല്ലേ? അപ്പം ആ ബോൺസ് അതിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ട് വരുന്നതാണ് ഈ സ്പർ എന്ന് പറയുന്നത്. അത് കോഴികളിലാണ് കാണുക. നൗ they are sharp and pointed, covered by horny scale-like epidermal cells or epidermal outer covering. ഓക്കെ, എപ്പിഡെർമൽ ഒറിജിൻ ആണ് അല്ലെങ്കിൽ എക്ടോഡെർമൽ ഒറിജിൻ ആണ് ആ സ്കെയിൽസ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ യൂസ്ഡ് ഫോർ ഫൈറ്റിംഗ്. ഇത് നമുക്കറിയാം, നമ്മൾ ഈ പൂവൻകോഴി തല്ലുകൂടുന്ന തമിഴ്നാട്ടിലൊക്കെ നടക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ കേസിൽ ഈ സ്പറിൻ്റെ കൂടെ എന്ത് ചെയ്യും? ഒരു ചെറിയൊരു കത്തി ഇവിടെ അറ്റാച്ച് ചെയ്യും അല്ലേ? എന്നിട്ടാണ് അവരെ തല്ലുകൂടാൻ വേണ്ടിയിട്ട് വിടുക. ആ കത്തീൻ്റെ മൂർച്ചയിലാണ് ഇവർ നോർമലി എന്ത് ചെയ്യുക? ഒരു കോഴി എന്ത് ചെയ്യും? ക്ഷീണം പിടിച്ച് ഒന്നുകിൽ ചത്തുപോകും അല്ലെങ്കിൽ ക്ഷീണം പിടിച്ച് പിന്മാറും. അപ്പം അങ്ങനെയുള്ള ഫൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഹ്യൂമൻസ് അതിനെ ഉപയോഗിക്കുമ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് കത്തിയും കൂടെ വെക്കും. പക്ഷെ അല്ലാത്ത സമയത്ത് അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ ഇൻ കേസ് ഓഫ് അവർ ബൗണ്ടറി ടെറിട്ടറി ഫീലിങ്ങോ അല്ലെങ്കിൽ ടു ക്യാച്ച് ദി ഫീമെയിലോ എങ്ങനെയാണെങ്കിലും അവർ തമ്മിലുള്ള ഫൈറ്റിന് വേണ്ടിയിട്ട് ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ബോണി സ്പർ എന്ന് പറയുന്നത്. വിങ്ങിൽ ചില സമയത്ത് ഉണ്ടാവും. ആൻഡ് ഇൻ ദാറ്റ് കേസ് ഇറ്റ് വിൽ ബി കാർപ്പോ മെറ്റാകാർപ്പസ്. നമുക്കറിയാം ടാർസസ് മെറ്റാടാർസസ് അത് ലെഗിലുള്ള ബോൺസ് ആണ്. അതുപോലെ കാർപ്പസ് മെറ്റാകാർപ്പസ് എന്ന് പറയുന്നത് കാർപ്പൽസും മെറ്റാകാർപ്പൽസും അത് കയ്യിലുള്ളതാണ്. അപ്പം വിങ്സിലുണ്ടെങ്കിൽ വിങ്സിൽ അങ്ങനെ ഒരു പ്രൊജക്ഷൻ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ്സ് ആക്ച്വലി മോഡിഫൈഡ് കാർപ്പോ മെറ്റാകാർപ്പസ് അല്ലെങ്കിൽ പ്രൊജക്ഷൻ ആണ് എന്നുള്ളത്. അപ്പോൾ ഒറിജിനൽ കോഴീൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ഹിയർ അല്ലേ? ഇതാണ് സ്പർ എന്ന് പറയുന്നത്, ഇത് ഫിംഗേഴ്സ് ആണ്, ഇതാണ് വെബ് എന്ന് പറയുന്നത്, ഇവിടെ ഇങ്ങനെ കാണുന്നതാണ് സ്കെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? So scales are confined to the feet or legs. They are epidermal scales formed in the same manner as those snakes and lizards. They generally overlap. And note that in fishes scales are dermal scales. ഇതിൻ്റെ കേസിൽ ബേർഡ്സിൻ്റെ കേസിൽ എന്താണ്? എപ്പിഡെർമൽ ആണ്. അതായത് ഇന്റേണൽ ഒറിജിൻ അല്ല, മറിച്ച് എക്സ്റ്റേണൽ ഒറിജിൻ ആണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. നൗ കമ്മിങ് ടു ദി ഫെദേഴ്സ്. ഫെദേഴ്സ് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പം ഇൻ്റഗ്രമെൻ്ററി സിസ്റ്റത്തിൻ്റെ ഇനീഷ്യൽ പോർഷനാണ് നമ്മൾ ഇതുവരെ കവർ ചെയ്തത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫെദർ ആണ്. ഇനീഷ്യൽ പോർഷനിൽ നമ്മൾ കവർ ചെയ്തത് ഓർമ്മിക്കുക എന്തൊക്കെയാണ് നമ്മൾ കവർ ചെയ്തത്? ഒന്ന്
അതിൻ്റെ 2 ലെയർ ഏതൊക്കെയാണ്, ഓരോ ലെയറിൻ്റെയും കമ്പോണൻസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ മെൻഷൻ ചെയ്തത്. അതിനുശേഷം ഇൻ്റഗ്മെൻ്ററി സ്ട്രക്ചേഴ്സ് നമ്മൾ പറഞ്ഞു. അതിൽ സ്പർ പറഞ്ഞു, അതുപോലെ തന്നെ സ്കെയിൽസ് പറഞ്ഞു, വെബ് പറഞ്ഞു, ക്ലൗസ് പറഞ്ഞു, ബീക്ക് പറഞ്ഞു. അതിൽ സ്കെയിൽസിൻ്റെ കേസിലും സ്പറിൻ്റെ കേസിലും ഡീറ്റെയിൽഡ് ആയിട്ട് 2 മാർക്കിൻ്റെ കണ്ടന്റിന് ഡെലിവർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ ഗ്യാദർ ചെയ്തു. നൗ അതിൻ്റെ ഫൈനൽ പോർഷൻ എന്ന് പറയുന്നത്, ഇൻ്റഗ്മെൻ്ററി സിസ്റ്റത്തിൻ്റെ ഫൈനൽ പോർഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ഫെദേഴ്സ്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യും.